പശ്ചിമ ബംഗാളിൽ വഖഫ് നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധം അക്രമാസക്തം. 3 പേർ കൊല്ലപ്പെട്ടു. സംഭവം മുർഷിദാബാദ് ജില്ലയിൽ. സംഘർഷങ്ങളിൽ 100-ലധികം പേർ അറസ്റ്റിൽ. മേഖലയിൽ നിരോധനാജ്ഞ. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി. 3 മാസത്തിനകം തീരുമാനമെടുക്കണം. വൈകിയാൽ വ്യക്തമായ കാരണം സംസ്ഥാനങ്ങളെ അറിയിക്കണമെന്നും കോടതി. സമയപരിധി നിശ്ചയിച്ച കോടതി വിധിക്കെതിരെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ. കോടതിയുടേത് അതിരുകടന്ന നടപടി. ഭരണഘടനാ ഭേദഗതി 2 ജഡ്ജിമാരാണോ തീരുമാനിക്കുന്നതെന്നും അർലേക്കർ. സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ 10 ബില്ലുകളും പാസാക്കി തമിഴ്നാട് സർക്കാർ. മാസപ്പടി കേസിലും PM ശ്രീ പദ്ധതിയിലും ബിനോയ് വിശ്വത്തിനെതിരെ വിമർശനവുമായി മന്ത്രി വി ശിവൻകുട്ടി. മാസപ്പടി കേസിൽ ബിനോയ് വിശ്വത്തിന് ഉത്കണ്ഠ വേണ്ട. മുഖ്യമന്ത്രിക്ക് ഇടതുപക്ഷം പൂർണ്ണ പിന്തുണ നൽകും. PM ശ്രീ നടപ്പാക്കുന്നതിൽ ബിനോയ്ക്ക് വ്യത്യസ്താഭിപ്രായമെന്നും മന്ത്രി. വീണയുടെ കാര്യം വീണ നോക്കിക്കൊള്ളുമെന്നാണ് പറഞ്ഞതെന്ന് ബിനോയ് വിശ്വം. ശതാബ്ദി നിറവിൽ കോഴിക്കോട് രൂപതയ്ക്ക് ആഗോള സഭയുടെ അംഗീകാരം. കോഴിക്കോട് രൂപത ഇനി മെത്രാപ്പൊലീത്തൻ അതിരൂപത. ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ആർച്ച് ബിഷപ്പായി. വത്തിക്കാനിലും കോഴിക്കോട്ടും ഒരേ സമയം പ്രഖ്യാപനം. മാർപ്പാപ്പയുടെ പ്രഖ്യാപനം വായിച്ചത് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. Your Lordship, Right Reverend Varghese Chakalekal, His Holiness Pope Francis has erected the Diocese of Calicut as Metropolitan Archdiocese with the ആശാസമരത്തിന്റെ 62ാം ദിനത്തിൽ ഐക്യദാർഢ്യവുമായി പൗരസാഗരം. സർക്കാർ നിലപാടിനെതിരെ സാംസ്കാരിക പ്രവർത്തകർ. പാവപ്പെട്ട സ്ത്രീകളോട് ഡൽഹിയിൽ പോയി സമരം ചെയ്യാൻ പറയുകയല്ല വേണ്ടതെന്ന് സാഹിത്യ അക്കാദമി അധ്യക്ഷൻ സച്ചിദാനന്ദൻ. വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സ് സമരത്തിൽ ഉപ്പുകല്ലിൽ ഒറ്റക്കാലിൽ നിന്ന് പ്രതിഷേധം. ആലപ്പുഴ കായംകുളത്ത് ചികിത്സാ പിഴവ് മൂലം കുട്ടി മരിച്ചതായി പരാതി. മരിച്ചത് അജിത് ശരണ്യ ദമ്പതികളുടെ മകൾ ആദിലക്ഷ്മി. കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പനിയെ തുടർന്ന്. പ്രതിഷേധവുമായി ബന്ധുക്കൾ. തൃശൂർ വാണിയമ്പാറയിൽ പിക്കപ്പ് വാൻ ഇടിച്ച് 2 കാൽനടയാത്രക്കാർ മരിച്ചു. മരിച്ചത് വാണിയമ്പാറ സ്വദേശികളായ ജോണിയും രാജുവും. മലപ്പുറം എടപ്പാളിൽ കാർ കയറി 4 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. 3 പേർക്ക് ഗുരുതര പരിക്ക്. ചാലക്കുടി പോട്ട ബാങ്ക് കൊള്ളയിൽ കുറ്റപത്രം സമർപ്പിച്ചു. കുറ്റപത്രം കൊള്ള നടന്ന് 58ാം ദിവസം. ഫെഡറൽ ബാങ്ക് ജീവനക്കാരെ കത്തി കാണിച്ചായിരുന്നു മോഷണം. പേരാമ്പ്ര ആശാരിപ്പാറ സ്വദേശി റിജോ ആന്റണി കേസിലെ ഏക പ്രതി. ജമ്മു കശ്മീരിലെ അഖ്നൂരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ സൈനികന് വീരമൃത്യു. ജയ്ഷെ കമാൻഡർ അടക്കം 3 ഭീകരരെ വധിച്ച സൈന്യം. ഏറ്റുമുട്ടലിനിടെ ഒരു സൈനികന് വീരമൃത്യു.